ഇതുണ്ടോ നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എന്നാന്ന് ചോദിച്ചാൽ കുറച്ച് മധുരക്കിഴങ്ങ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിന്ന് മധുരക്കിഴങ്ങ് കഴിഞ്ഞ് കഴിക്കുന്ന ഒരു ചെറിയ വീഡിയോ എടുക്കാം കേട്ടോ. കടയിൽ നിന്ന് മേടിച്ച് പച്ചക്കറി കടയിൽ നിന്ന് മേടിച്ച മധുരക്കിഴങ്ങ് നല്ല മുഴുത്ത കിഴങ്ങാണ്, നല്ല നൂറുള്ള ടേസ്റ്റുള്ള കിഴങ്ങാട്ടോ. നമുക്കതിനെ ഒന്ന് എടുത്ത് കഴുകി നന്നായിട്ട് അടുപ്പിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. ഇതാണ് കേട്ടോ മധുരക്കിഴങ്ങ്. ഇതിനെ നമുക്കെടുത്ത് ചെറുതായിട്ട് കണ്ടിച്ച് നന്നായിട്ട് കഴുകി അടുപ്പിൽ വെച്ച് വേവിക്കാം. മധുരക്കിഴങ്ങ് ചീനിക്കിഴങ്ങ് എന്നൊക്കെ പറയും ഇതിന് കേട്ടോ. നല്ല വിളഞ്ഞതാണ്. നമ്മുടെ മധുരക്കിഴങ്ങ് കഴുകി അടുപ്പിൽ വെച്ചു കേട്ടോ. തിളച്ചില്ല, ചൂടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ മധുരക്കിഴങ്ങിന് നമ്മൾ കറി ഉണ്ടാക്കുന്ന കേട്ടോ ഇത്. കണ്ടോ, കൊച്ചുള്ളി പച്ചമുളകും കൂടെ ഉപ്പും വെച്ച് അരച്ചെടുക്കണം. ഒത്തിരി അരയില്ല, ചതച്ചും ചേർത്താൽ മതി. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കും. കഞ്ഞിക്കുള്ള കറി കേട്ടോ. പപ്പടം പൊരിക്കുന്നു, പണ്ടേർ തോരൻ വെച്ച വിരിപ്പുണ്ട്, മാങ്ങ അച്ചാറുണ്ട്. അതാണ് കഞ്ഞിയുടെ കറി. അതൊരു പൊടി പപ്പടം. അപ്പോൾ ഇത് കാപ്പി പോലെ ഇതും ഉണ്ട് കേട്ടോ. പപ്പയാണ് പപ്പടം പൊരിക്കുന്ന ആൾ. കണ്ടോ, ഈ പപ്പടം പൊരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മീൻ മറക്കണം. കണ്ടോ, വെട്ടി തേച്ച് കഴുകി അരപ്പ് തിരുമ്പി വെച്ചിരിക്കുന്ന കിരിയാനാണ്. ഇനി ആ എണ്ണയ്ക്കകത്തേക്ക് ഈ മീനെടുത്തിട്ട് നന്നായിട്ട് വറുത്ത് മുരിച്ച് കൊരിച്ച് കോരണം. പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ. ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ ഇച്ചിരി നല്ല വലിപ്പമുള്ള ഉള്ളി കേട്ടോ. ഇത് സവാള കുഞ്ഞൊന്നുമല്ല, ഉള്ളി തന്നെയാണ്. ഉള്ളി ഇച്ചിരി മുഴുത്ത ഉള്ളിയായിരുന്നു. അപ്പോൾ അത് തൊണ്ട് പൊളിച്ച് കഴുകി മുളകും കൂടെ കഴുകി വെച്ചേക്കുവാണ്. ഉപ്പും ചേർത്ത് നമുക്ക് അരച്ചെടുത്ത് വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ പപ്പടം പൊരിച്ച് വെച്ചതിന് ശേഷം മീൻ മറക്കുവാണ്. പത്തായിട്ടൊന്നുമില്ല കേട്ടോ. കിഴങ്ങ്, അതായത് മധുരക്കിഴങ്ങ് ഇപ്പോൾ തന്നെ വീഴും, ചൂടായി വരുന്നുണ്ട്. അപ്പോൾ മധുരക്കിഴങ്ങിൻ്റെ കറിയാണ് ഞാൻ പറഞ്ഞത്. ഈ പച്ചമുളക് ഇനി അതിന് പൊട്ടിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെക്കാം. കുരുവെള്ളമൊക്കെ ഉണ്ടാക്കി വെക്കണം. മീൻ വറുത്തെടുക്കണം. ഇതെന്നാ പറയുക, ബീൻസ് വെണ്ടയ്ക്കയാണ് തോന്നുന്നു. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ട് കേട്ടോ. മെഴുക്കുവരട്ടി അല്ലല്ലോ, തോരനാണല്ലോ. അത് അനുണ്ടാക്കിയ കറിയാട്ടോ. അപ്പോൾ അത് അത്താഴത്തിനുള്ള ഒരു കറിയാണ്. ഈ മീനും പപ്പടമൊക്കെ കൊടുക്കും. അപ്പോൾ വൈകിട്ടത്തെ പ്രധാന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫുഡ് ഇതാണ് ഈ കിഴങ്ങ്, ഈ മധുരക്കിഴങ്ങ്. അപ്പം മീൻ അങ്ങനെ അടുപ്പിലിരുന്നു വെന്ത് മുരിഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ചീനിക്കിഴങ്ങുണ്ടോ, മധുരക്കിഴങ്ങ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിന് കപ്പയ്ക്കുള്ളും ഉപ്പിടുമ്പോൾ ഉപ്പൊന്നും ഇവിടെ ഉണ്ടാകും. ഉണ്ടോ, പച്ചമുളക് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇതൊന്ന് വേവുന്നത് വരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കിരിയാൻ മീൻ മുരിഞ്ഞ് വാങ്ങി. അപ്പോൾ നമ്മുടെ കിഴങ്ങ്, മധുരക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആവി ക്യാമറയിലേക്ക് അടിച്ചപ്പോഴത്തേനും കണ്ടോ, നീരാവി അടിച്ച് തിരച്ചില്ലാതെ പോയി. നമുക്കതിന്ന് ഊറ്റിയെടുക്കാവേ. ഊറ്റിയെടുത്ത് അതിൻ്റെ ആവി പോയി കഴിയുമ്പോൾ പ്ലേറ്റിലേക്ക് പകർത്താം. അതുപോലെ തന്നെ മീനും ഒക്കെ വറുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ ഊറ്റി വെച്ചു കേട്ടോ.
ശരിക്കും അത്യാവശ്യം ചൂടാറിയിട്ടുണ്ട്, എന്നാലും നന്നായിട്ട് ആവി വറക്കുന്നുണ്ട്. കണ്ടോ, നന്നായിട്ട് ആവി വറക്കുന്നുണ്ട്, ചൂടുണ്ട്. അപ്പം ഞാൻ പ്ലേറ്റൊക്കെ പിള്ളേർക്ക് കൊടുക്കാനുള്ള പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു. പപ്പയ്ക്കും പിള്ളേർക്കും കോരിയിട്ട് കൊടുക്കണം. അവർക്ക് ഈ മുളകൊന്നും കൂട്ടി തിന്നുന്ന ഇഷ്ടമല്ലെന്നാണ് പറഞ്ഞത്. എന്നാലും വേണ്ടില്ല, ഒന്ന് കഴിച്ച് നോക്കട്ടെ മുളകൊക്കെ കൂട്ടി. ഞങ്ങൾ പണ്ടൊന്നും എൻ്റെ കൊച്ചിലൊന്നും അങ്ങനെ ഇതിന് മുളകൊന്നും കൂട്ടി തിന്നില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് മുളകൊക്കെ കൂട്ടി ചീനിക്കിഴങ്ങ് കഴിക്കാൻ തുടങ്ങിയത്. ചിലർ അച്ചാർ കൂട്ടി കഴിക്കുന്നത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അച്ചാറൊന്നും നമുക്ക് ഇഷ്ടമില്ല. പിന്നെ ആരെ കാട്ടാനയോ? ഓ എൻ്റെ പൊന്നെ, ഇതിപ്പോൾ ഒരു ആന ഒരു കൃഷിയാക്കി മാറ്റി പാവം ജനങ്ങളെ പിടിച്ചു. കഷ്ടമാണ്. അപ്പം ഞാനിത് വിളമ്പി എല്ലാവർക്കും കൊടുക്കട്ടെ കേട്ടോ. പപ്പയ്ക്ക് വിളമ്പി വെച്ചിട്ടുണ്ട്. ഇന്നെടുത്ത് കഴിച്ച് തിന്ന് നോക്കി എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എന്തോന്നും മുളകൊക്കെ കൂട്ടി തിന്നുന്നതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ എന്ന് പറഞ്ഞു. നമ്മൾ പണ്ടൊന്നും നമ്മൾ ആറ്റിലൊക്കെ നട്ട് പറിച്ച് തിന്നുമ്പോൾ മുളകൊന്നും കൂട്ടില്ല, വെറുതെ പുഴുങ്ങി കട്ടൻ ചായ തിളപ്പിച്ച് തിന്നുണ്ടായിരുന്നുള്ളൂ. മുളക് തന്നെയാണ് ആണോ? പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു. കാന്താരി കൂട്ടി, കാന്താരി അല്ല കേട്ടോ, പച്ചമുളക്. കാന്താരി നമുക്കിപ്പോൾ കിട്ടാനേ ഇല്ല. നല്ല പുതിയ കിഴങ്ങായിരുന്നു. ഞാനും കൊച്ചും കൂടെ പച്ചക്കറിക്കടയിൽ ചെന്നപ്പം കണ്ട, അന്നേരം മേടിച്ചിട്ട് വന്ന. ഇനി പിള്ളേർക്ക് കൊടുക്കട്ടെ കൊണ്ടുപോയി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ചെറിയ വീഡിയോ ആണ്, അധികം കാര്യങ്ങളൊന്നുമില്ല. ഒരു മധുരക്കിഴങ്ങ് പുഴുങ്ങി തിന്നുന്ന ഒരു വീഡിയോ, കൊച്ചു വീഡിയോ. ടി വി ഇരിക്കുന്നതുകൊണ്ട് അതിനകത്ത് വാർത്ത പറയുന്നുണ്ട്, അത് ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ ആവോ. ഇനി നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്.